നമസ്കാരം, ഞാൻ എക്കോസ്റ്റാർ വാട്ടർ ടാങ്ക് കമ്പനിയിൽ നിന്നാണ്. ഇത് നമ്മുടെ പുതിയ പ്രോഡക്റ്റാണ്. SMC GRP പാനൽ ടാങ്കാണത്. ആക്ച്വലി ഞാനൊരു 22 വർഷത്തോളം സെയിം ഫീൽഡിൽ ഗൾഫിലെ പല പ്രോജക്റ്റുകളും വർക്ക് ചെയ്തിട്ടുണ്ട്. ആ എക്സ്പീരിയൻസിന് എനിക്ക് പ്രചോദനവും കോൺഫിഡൻസ് തന്നിരിക്കണേ. അപ്പോൾ ഇത് പാനലുകളാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. 1 മീറ്റർ ഹൈറ്റ്, 1 മീറ്റർ വിഡ്ത്ത്, പിന്നെ 1 മീറ്റർ ഹൈറ്റ്, 1/2 മീറ്റർ വിഡ്ത്ത്, 1.5 മീറ്റർ വിഡ്ത്ത്, 2 മീറ്റർ വിഡ്ത്ത്, അങ്ങനെ പല സൈസിലുള്ള പാനലുകളാണ്. ഇത് ബോൾട്ടഡ് ജോയിൻറ്റ് വഴിയാണ് നമുക്ക് ആവശ്യമുള്ള കപ്പാസിറ്റി ടാങ്കുകൾ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് 25,000 ലിറ്റർ, 50,000, 1 lakh, 2 lakh, അപ് ടു 15 lakh വരെയുള്ള കപ്പാസിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പാനലുകളെന്ന് പറഞ്ഞാൽ ഇത് ഹോട്ട് പ്രസ്ഡ് GRP പാനലുകളാണ്. ഇത് ISI മാർക്കുള്ളതും BI സർട്ടിഫിക്കേഷനും FDA അപ്രൂവലൊക്കെ ഉള്ള ഫുഡ് ഗ്രേഡ് പാനലുകളാണത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോൺക്രീറ്റ് അറിയാമല്ലോ, ഇത് എന്തായാലും ക്ലയൻറ്റ് നമുക്ക് തരും, ബേസ് അല്ലെങ്കിൽ കോൺക്രീറ്റ് സീൽ ഫൗണ്ടേഷൻ. പിന്നെ ഇതിൻ്റെ മെയിൻ പാർട്ട് ഇതിൻ്റെ ബോട്ടം ഫ്രെയിമാണ്. അത് ISMC അല്ലെങ്കിൽ C ചാനൽ, ഇപ്പോൾ ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ് ഉണ്ട്, അതേപോലെ തന്നെ 3 കോട്ട് അപ്പോക്സി കോട്ടിംഗ് സിസ്റ്റമുള്ള ഫ്രെയിമുകളുണ്ട്, കോട്ടിംഗ് സിസ്റ്റം ഉള്ളത്. പിന്നെ അതിൻ്റെ സൈഡ് പാനലുണ്ട്, ബോട്ടം പാനലുണ്ട്, പിന്നെ റൂഫ് പാനലുണ്ട്. ഇതാണ് മെയിൻ പാർട്സ്. പിന്നെ ഇതിൽ ബ്രാഞ്ച് കണക്ഷൻ ഉണ്ട്, ഇൻലെറ്റ്, വെൻറ്റ്, ഡ്രെയിൻ, ഡെലിവറി, പിന്നെ അതിൻ്റെ ഓവർഫ്ലോ ഉണ്ട്, പിന്നെ എക്സ്റ്റേണൽ സപ്പോർട്ടുണ്ട്, ഇൻറ്റേർണൽ സപ്പോർട്ടുണ്ട്. 1 മീറ്റർ ഹൈറ്റ് ഉള്ളതിനാണ് എക്സ്റ്റേണൽ സപ്പോർട്ടിൻ്റെ ആവശ്യം വരാറില്ല. ഇതിപ്പോൾ 2.5 മീറ്റർ ഉണ്ട്, അതുകൊണ്ട് എക്സ്റ്റേണൽ സപ്പോർട്ടുണ്ട്. പിന്നെ ഇതിന് മാൻഹോളുണ്ട്, വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒത്തിരി അഡ്വാൻറ്റേജ് ഉള്ള ടാങ്കാണത്. കാരണം ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണത്. ഇപ്പോൾ അതിൻ്റെ ടെക്നിക്കലി പറഞ്ഞാൽ 16 times ലെസർ വെയിറ്റ് ആണ് സ്റ്റീൽ ടാങ്കിനേക്കാളും. അപ്പോൾ അതിന് വലിയൊരു അഡ്വാൻറ്റേജ്. ഇത് ലോ വെയിറ്റ് ആണ് ടാങ്ക്. പിന്നെ ഇതിൻ്റെ ഈസി ഇൻസ്റ്റാളേഷനാണ്. ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് 50 kL ടാങ്കൊക്കെ നമുക്ക് ഒരു 4-5 ടെക്നീഷ്യൻ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒൺലി ബോൾട്ടിങ്, അതിന് സ്പെഷ്യൽ ടൂൾസ് ഒന്നും ആവശ്യമില്ല. കോമൺ ടൂൾസ് മാത്രം, ബോക്സ് സ്പാനർ മതി ഇത് ബോൾട്ട് ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വേറെ ഇതിൻ്റെ മെയിൻ ആയിട്ടൊന്ന് സീലൻ്റ് ഉണ്ട്. ഇത് സീലിംഗ് ടൈപ്പ് ഉണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് വാട്ടർ പ്രൂഫും അതുപോലെ ഫുഡ് ഗ്രേഡുള്ള സീലിംഗ് ടൈപ്പാണ്. ഇതൊരു പാർട്ടാണത്. അപ്പോൾ ഇതിൻ്റെ ലൈഫ് അറൗണ്ട് ഒരു 40 ഇയേഴ്സൊക്കെ ഇതിൻ്റെ ലൈഫ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന പാനൽ സിൻഡെക്സിൻ്റെയും പിന്നെ BK ഇൻ്റർനാഷണലിൻ്റെയാണ്. രണ്ടും ISI മാർക്കുള്ളതും BI സർട്ടിഫിക്കേഷനും FDA അപ്രൂവലുള്ള പാനലുകളാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സൈറ്റിലെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഏത് ഷേപ്പിലും നമുക്കിത് ടാങ്ക് ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ T ഷേപ്പിലുണ്ടാക്കാം, L ഷേപ്പിലുണ്ടാക്കാം, C ഷേപ്പിലുണ്ടാക്കാം, റെക്റ്റാങ്കിൾ ഷേപ്പിലുണ്ടാക്കാം, സ്ക്വയർ ഉണ്ടാക്കാം. സ്പേസ് വളരെ കുറവാണെങ്കിൽ നമുക്ക് ഹൈറ്റ് കൂട്ടി ഉണ്ടാക്കാം. അപ്പോൾ അത് വളരെ കൺവീനിയൻ്റ് ആണ്. പിന്നെ ഈസി ട്രാൻസ്പോർട്ടേഷനാണ്. കാരണം നമുക്കൊരു 50,000 ലിറ്റർ കപ്പാസിറ്റിക്ക് നമുക്കൊരു ഐഷർ അല്ലെങ്കിൽ DCM ട്രക്കിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ഹാൻഡ്ലിംഗ് ആണ്. ഇപ്പോൾ വർക്കേഴ്സിനായാലും ഓരോ പാനലും വളരെ വെയിറ്റ് കുറവാണ്, ഈസി ആയിട്ട് അസംബിൾ ചെയ്യാൻ. അതൊക്കെ നമുക്ക് ബഡ്ജറ്റിന് താത്തണതാണ്. പിന്നത്തെ മെയിൻ കാര്യം, ഇത് സ്റ്റീൽ ടാങ്കിനേക്കാളും വളരെ ബഡ്ജറ്റഡ് ആണ്. കാരണം ഇപ്പോൾ SS വാട്ടർ ടാങ്ക് നിങ്ങൾക്കറിയാം, പെർ ലിറ്റർ അറൗണ്ട് ഒരു 25 റുപ്പീസ് വരും. പക്ഷേ ഇതാണെങ്കിൽ 14 റുപ്പീസ് 15 റുപ്പീസൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പിന്നെ ഇതിൻ്റെ ഹോട്ട് പ്രസ് പാനലുകളായതുകൊണ്ട് ഇതിൻ്റെ ഇൻസൈഡ് ഗ്ലാസ് സ്മൂത്താണ്. അപ്പോൾ ഇതിൽ പൂപ്പിലോ പായലോ ഫംഗസ് ഒന്നും ഇതിൽ വളരില്ല. വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒരാൾക്ക് ജസ്റ്റ് ഹോസ് വാട്ടറും പിന്നെ ജസ്റ്റ് സ്പോഞ്ച് മാത്രം കഴുകിയാൽ വളരെ ക്ലീനാണ്. അപ്പോൾ ഇത് വളരെ ഹൈജീനിക്കാണ്. നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ എല്ലാം ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ ഈ ടാങ്ക് ഇപ്പോൾ നമുക്ക് വേറെ ലൊക്കേഷനിലേക്ക് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിത് ഷിഫ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഈ ബോൾട്ട് അഴിച്ച് മാറ്റി നമുക്ക് ഇത് എക്സ്റ്റെൻഡും ചെയ്യാൻ പറ്റും. ആ സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ട് നമുക്ക്. പിന്നെ ക്ലീനിങ് ഇത് 100% നമുക്ക് ഡ്രെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ ബോട്ടം പാനൽ ഡ്രെയിൻ കണക്ടർ ഏറ്റവും ലോവസ്റ്റ് പാനൽ. അപ്പോൾ 100% നമുക്ക് ഇത് ഡ്രെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ലൈഫ് 40 ഇയേഴ്സ് വരെ ഉണ്ട്. ഇത് മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിൽ ഇത് 40 ഇയേഴ്സ് വരെ ഉണ്ട്. കാരണം സിൻഡെക്സ് 1992 ചെയ്തേക്കുന്ന ടാങ്ക് ഇപ്പോഴും സർവീസിലുണ്ട്. കാരണം അതൊക്കെ നമുക്കൊരു ലെസൺ ലേൺഡ് ആണത്. ശരിക്കും വെറുതെ ടെക്നോളജി മാത്രം പറയണതല്ല, ലെസൺ ലേൺഡ് ആണത്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ഡൊമസ്റ്റിക് പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ വീടുകളിലേക്കും പിന്നെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് നമുക്ക് ഹോസ്പിറ്റലുകൾ, മാളുകൾ, കൺവെൻഷൻ സെൻറ്റർ, ഹോസ്റ്റൽസ്, പിന്നെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടാങ്കാണ്. 50 kL 80 kL ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസ് ആകുമ്പോൾ നമുക്കിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഓയിൽ ഫീൽഡ്, ഗ്യാസ് പ്ലാന്റ്, റിഫൈനറി, പെട്രോകെമിക്കൽ പ്ലാന്റ്, STP, ETP, RO പ്ലാന്റ്, ഇതിലെല്ലാം തന്നെ
അവിടെ മെയിൻ ഉപയോഗിക്കുന്നത് SMC പാനൽ ടാങ്കാണ്. അപ്പോൾ അതിന് നമുക്ക് പോർട്ടബിൾ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ, വേസ്റ്റ് വാട്ടർ, പ്രോസസ് വാട്ടർ, ഈ വാട്ടറൊക്കെ സ്റ്റോർ ചെയ്യാം. നമുക്ക് വളരെ ഹൈജീനിക്കായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതുകൂടാതെ നമുക്ക് നമ്മുടെ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ലാർജ് വോളിയം ടാങ്കുകൾക്ക്, പിന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ വാട്ടർ, ഇതിനൊക്കെയുള്ള മുനിസിപ്പൽ സ്റ്റോറേജ് വാട്ടറായിട്ടും ബൾക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമുക്ക് ഈ ടാങ്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. ജലം അമൂല്യമായ സമ്പത്താണ്. അപ്പോൾ അത് നല്ല രീതിയിൽ വിനിയോഗിക്കുക. കാരണം കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനും പിന്നെ നമ്മുടെ അഗ്രികൾച്ചറിനൊക്കെ ആയിട്ട് ഇതേപോലത്തെ ടാങ്കുകൾ വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം 6 മാസം മഴയുണ്ടെങ്കിൽ വെള്ളമൊക്കെ അറബിക്കടലിലേക്ക് ഒഴുകി പോവാണ്. അപ്പോൾ ആവശ്യത്തിന് നല്ല രീതിയിൽ പുതിയ ടെക്നോളജി അനുസരിച്ച് ടാങ്കുകൾ സ്റ്റോർ ചെയ്യുക. നമ്മുടെ കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനും കൂടാതെ നമ്മുടെ അഗ്രികൾച്ചറിനൊക്കെ അത് ഉപകാരപ്രദമാവും. കാരണം ഞാൻ എൻ്റെ ചെറിയ ഇതാണെങ്കിൽ ഒരു 20 കൺട്രീസ് ഞാൻ കറങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മളെക്കാളും കപ്പാസിറ്റി കുറഞ്ഞിട്ട് രാജ്യങ്ങളൊക്കെ ഇതേപോലത്തെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. അവർ അഗ്രികൾച്ചറും കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂ നോക്കാൻ പറ്റും. നമ്മുടെ എക്കോസ്റ്റാർ 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. ഞാൻ കോവിഡിന് ശേഷം ഇവിടെ പ്രോജക്റ്റ് തുടങ്ങിയ SS-ൻ്റെ വാട്ടർ ടാങ്ക് മാനുഫാക്ചറിങ് ആണ്. ഇപ്പോൾ 10,000-ൽ കൂടുതൽ ടാങ്കുകൾ നമ്മൾ കേരളത്തിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും റിവ്യൂ നമുക്കാണ് 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഗൂഗിളിൽ. അപ്പോൾ താങ്ക് യു നല്ല കസ്റ്റമേഴ്സിനും എന്നെ സപ്പോർട്ട് ചെയ്തതിന്. അതിൻ്റെ മെയിൻ കാരണം ഒന്ന് ക്വാളിറ്റി പ്രോഡക്റ്റ് എക്കോസ്റ്റാർ കൊടുക്കുക, ക്വാളിറ്റി നല്ല പ്രൈസിങ് ആയിരിക്കും, ടൈമിൽ ഡെലിവറി ചെയ്യും ഞങ്ങൾ. അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസോ കസ്റ്റമർ സപ്പോർട്ടോ എല്ലാം ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് 5 സ്റ്റാർ റിവ്യൂ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റിനും ഞങ്ങളുടെ ഏത് പ്രോഡക്റ്റിനും ഞങ്ങൾക്ക് അതേപോലത്തെ ക്വാളിറ്റി സിസ്റ്റം, ഞങ്ങളുടെ ഗ്രൂപ്പ് എല്ലാം തന്നെ ടെക്നിക്കലി ക്വാളിഫൈഡ് എക്സ്പെർട്ടാണ്. പിന്നെ നമ്മളുടെ ഈ എക്സ്പീരിയൻസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ 22 ഇയേഴ്സ് സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് കിട്ടിയ ആൾക്കാരാണ്. അതന്നെ ആളുകൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് അതേമാതിരി തന്നെ പ്രോഡക്റ്റ് ടൈമിൽ ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട്.